ഇതൊന്ന് കത്തിച്ച മാഷെ. വിഘ്നേശ്വര, ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും മാറ്റിത്തരണേ. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേ. ഇതെന്താണ് അമ്പലോ? ഇതിനു മുമ്പിലാണ് തേങ്ങ അടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? സാർ പുറകെ എന്ന് വിളിച്ചു. പിന്നെ പൈസ തരാതെ പോയാൽ എങ്ങനാ? തനി വന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. 1982 ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട എന്റെ അച്ഛൻ മരിച്ചത്. താന്റെ അവിടെ ചെന്ന് പറ. അവിടെയാ? ഓ. ബാലകൃഷ്ണൻ? ഞാനല്ല, ഞാൻ രാമകൃഷ്ണ. അയ്യോ, ഞാനാ ബാലകൃഷ്ണൻ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലി ചെയ്തെന്ന് മരിച്ചത്. അതൊന്നും ഇവിടെ അല്ല. ദാ അവിടെ ചെന്ന് പറ. എന്താ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലി ചെയ്ത് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. അതൊന്നും ഇവിടെ അല്ല, അവിടെ പറ. അയ്യോ, ആദ്യം അവിടെ പറഞ്ഞേ, അപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു. ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. അതെ, എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. നിങ്ങളൊക്കെ ആളെ കളിയാക്കാതിരിക്കുക. താൻ ഇതുവരെ പോയില്ലേ? ഇല്ല, ജോലിയും കൊണ്ടേ പോകുന്നുള്ളൂ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ? കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടി കയറി ഇറങ്ങി നടക്കുന്നു. ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മര്യാദയിലൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റുകൾക്ക് ഞാൻ സ്റ്റേ മേടിക്കും. റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. തന്റെ ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലകൃഷ്ണൻ. മരിച്ചത്? ബാലകൃഷ്ണൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 ഡിസംബർ 3 തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. അയ്യോ, അതെങ്ങനാ? അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ. രണ്ടും ഒരു ദിവസം തന്നെ അല്ലയോ? അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുകളുണ്ട്, നോക്ക്. ദേ, രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛന് മരണം. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോടോ സീനിയോറിറ്റി? കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും 10 മിനിറ്റ് താമസിച്ചു പോയെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്. അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ ഒക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാമേതുകൊണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില്. ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ, ഇതൊക്കെ കണ്ടോ? സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരുകയായിരുന്നു. ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും. ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകുമൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി. പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ. സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ. ശരി. Sorry. It's all right. പോക്കറ്റടി സൂക്ഷിക്കുക.
ഹലോ ഹലോ, മാനാർമത്തായി സ്പീക്കിംഗ്. ഉർമി സ്തംഭാനില്ലേ? ഉർമി സ്തംഭാൻ. ഉറുമി സ്തംഭാനോ? ഏത് ഉറുമി സ്തംഭാൻ? ഇത് ഉറുമി സ്തംഭാന്റെ വീടല്ല. ഉർമി സ്തംഭാൻ വീട്ടിലില്ലേ? എവിടെ പോയി? ഓ, ഇത് വലിയ ശല്യായല്ലോ മാതാവേ. എന്താ? ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ആഹാ, ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ആരാ സംസാരിക്കുന്നേ? ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഹലോ, ഓ, ഇന്റെ ഓ ഓ, ഹലോ, ഹലോ, ഉർമി സ്തംഭാൻ ഉണ്ടോ? ഉറുമി സ്തംഭാനോ? ആ, കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. എപ്പോ? ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ, വലുതും പറയാനുണ്ട? പിന്നെ നമ്പർ നോക്കിയിടാ പന്നി. എന്താണാവോ? മാന്നാർമത്തായി അല്ലേ? അല്ല, ഉറുമി സ്തംഭാൻ. എന്താ സംശയം ഉണ്ടാ? എന്തേ? മത്തായിച്ചേട്ടൻ ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തായിച്ചേട്ടനെ ഒന്ന് കാണണമായിരുന്നു. താൻ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി. പറയണ്ടേ? ദാ, ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം വെളുത്തിട്ട് 3ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ, എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ച് ദിവസാ? അതിന്റെ സ്ഥിരം വേരിയ? അപ്പോൾ ഒഴിവുണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചകളവ് തരാം. ഏ, ഉഗ്രൻ സാധനാണ്. കാഴ്ചബംഗ്ലാവോ? ക്ലീൻ സാധനാണെന്ന്. അയ്യോ ചേട്ടാ, ഈ കാഴ്ചബംഗ്ലാവിലൊക്കെ എങ്ങനെ കിടക്കുക? ദേ, ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. ആ, എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെർപ്പളശ്ശേരി. ആ. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പളശ്ശേരിക്കാരെ എനിക്ക്. ഏ, എനിക്കിരാ. മത്തായിച്ചേട്ടാ, എനിക്ക്. മത്തായിച്ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചോ? ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായിച്ചേട്ടാ, കുരീച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലെടുത്തുന്ന കുരീച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല, പിന്നെ? ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരീച്ചന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായിച്ചേട്ടന് ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല, സത്യം. മുറി ഞാൻ തരാം. പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടല്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് നിനക്ക് തോന്നും അല്ലേ? എന്താ ഞാൻ എടുക്കണ? വേണം, ഞാൻ എടുത്തോളാം. വാ. പണ്ട് മിശിഹായെ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് കേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ച് കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കരുത്. ഇല്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ആ, ഇതാണ് നമ്മുടെ അടക്കള. ആ. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ആ, ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ, ഇതൊരു കോഴി. ഇവിടത്തെ അല്ല, അയൽവക്കത്തെയാ. മുട്ടയിടാൻ ഇവിടെ വരും. ആ, അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ആ. ദാ, ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? ഏയ്. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ദാ, ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ ചേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, ഏ, കോരി കുളിച്ചാ മതി. ആ. ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തെ.
ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം. കൊളുത്തില്ല. ഏ കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിടണ. താൻ എന്താ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിടണോ അങ്ങനെ മറച്ചിടണോ? ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേല് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. വിശാശ? ഏത് വിശാശ? മത്തായി ചേട്ടാ, ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായി ചേട്ടാ, ഇവൻ ആര് തെറ്റിയതാ? മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണ. അത് മത്തായി ചേട്ടൻ പറയട്ട്. മത്തായി ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ള. അതല്ലേ എന്റെ ശരി. ആ ഇങ്ങോട്ട് പറയേ, നീ ഇവിടുന്ന് ഇറങ്ങും, ഞാൻ നോക്കട്ടെ. മത്തായി ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നപോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായി ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായി ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി മത്തായച്ചൻ ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരോ? ഏതക്ഷരം? മത്തായച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെന്ന് എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, ആ പെട്ടിയോടെ രാമകൃഷ്ണല്ല, ബാലകൃഷ്ണൻ. എന്ത് കൃഷ്ണങ്കിലാവട്ടെ, ഇതൊക്കെ എടുത്തോണ്ട് സാധ്യമല്ല. അകത്ത് കൊണ്ടുവരാ. അവനിവിടെ താമസിച്ചാൽ ഞാനിവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചൻ എന്താ? ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാടോട് ഞാൻ തന്നെ തീർന്നല്ലോ. 2 കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ? പോണേ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. പോണില്ലേ? പോണില്ലേന്ന്. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാൻ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ? ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞി വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഓ, നാളെ എന്താഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക്. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. എടാ, വൃത്തികേട് കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ, നീ എന്തിനാണ് പാറാവ് നിൽക്കണേ? മത്താച്ചേട്ടാ, ഇവൻ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ. ഗോപാലകൃഷ്ണ, കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോടാ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ
അമ്മേ പീഡ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. നിന്നെ പിടിച്ചു നിർത്തണ്ട. പിടിച്ച് ശരിക്കും നിർത്തണ്ട. അമ്മേ. മഹാചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ വന്ന് തടി. നിനക്ക് ഞാൻ എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി എന്റെ നെഞ്ചത്ത് പ്രശ്നമില്ല. നോക്കണ്ട. പിന്നെ മലല്ല ഞാൻ. നീ മുണ്ട്. എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി. തരാൻ പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ എടുക്കട്ടെ. ആ കുട്ടി ആദ്യം ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ, അതല്ലെന്നേ. കണ്ടില്ലേ അവന്റെ തന്നിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് കേട്ടിട്ട് ആരാ മനസ്സിലായില്ല? എന്താ ഇതൊക്കെ? ഹേയ്, ഇതിവിടെ സ്ഥിരമുള്ളതാ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്ത് ഈ വഴക്കേ. അതല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ നിന്ന് എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാളിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്. മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. പോയി പള്ളി പറഞ്ഞാ മതി. ശിവശങ്കര പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്കാ. ജോലി ആദ്യം കിട്ടിയതും എനിക്ക് തന്നെ. കാണാം ആർക്കാണെന്ന്. കാണാനൊന്നുമില്ല. ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. തെളിവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ. അപ്പോഴാണ് നിങ്ങൾ അവകാശം പറഞ്ഞതിന് ഇടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോട്ട് ഒബ്ജക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല. ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ എന്നല്ല, എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ചാൽ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും. കണ്ടോ? ഹലോ, ഒന്ന് നിന്നേ. പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും. അത് കാണുന്നവരോടൊക്കെ പറയണോ? ദേഷ്യപ്പെടരുത്. മോശപ്പെട്ട പേരാണല്ലേ. പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട. ഞാൻ ശിവശങ്കര പണിക്കരുടെ മകളെന്ന് വിളിച്ചോളാം. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം.
അതിന് ബാലകൃഷ്ണൻ ഒരു ലെറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ. സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന വരുമ്പം കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അവൻ ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവുമില്ല. നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട പിരിഞ്ഞത്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ. ഈ ജോലി തനിക്ക് തന്നെ. ധൈര്യമായിട്ട് പോണം, പോണം. എന്റെ അമ്മേ, ഓ പതുക്കെ തടപടാ എന്റെ അമ്മേ. മത്തായി ചേട്ടാ, 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും. മത്തായിച്ചൻ പെരുവഴിയിലും ആവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകയാവുന്നു. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുന്നു. കാണാം കാണാം കാണാം. ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചാ. മത്തായിച്ച, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവനെ അവകാശം സ്ഥാപിക്കും. മത്തായിച്ചേട്ടാ, ഞാൻ വാടക വന്നിട്ട് താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചേട്ടാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാ നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ. ഇനി നീ ഒപ്പിടും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ. ദാ ഇവിടെ. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പം സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ഇതളവ്, ഇതളവ്. ഒപ്പിടാ, ഒപ്പിടാ ചക്ക. ദൈവം അടുത്തത്. ഹലോ, ഉർമീസ്തഫ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ, എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതടാ ഈ നാറി? ആര്? ഉർമി സ്തംഭാൻ. ആ, നിനക്കറിയോ? ആ, ആ. എന്താ? പിന്നെ ഉർമീസ് തമ്പ സാറല്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ, കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയൊന്ന് കാണണം. വളരെ സീരിയസാ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് ചത്തെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടും. താനൊന്ന് വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ? സീരിയസ് ആണ്. ആർക്കാ സീരിയസ്? സീരിയസോ? ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന്? ഏയ്, സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കാണാത്ത പറഞ്ഞാലുണ്ടല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം. സാർ ഇനി ഒപ്പിടുകയേ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ കൊണ്ടിട്ടില്ല, ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ഉർവശി തീരേഷ്, മത്തായി ചേട്ടനുണ്ടോ അവിടെ? ആര്? മത്തായി, മത്തായി. എടാ മത്തായി. എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ ഹലോ
മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ റേറ്റ്? കാട്ടുകുതിര? സൂര്യസോമയുടെ കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ? സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല, ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ? എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോന്ന്. എന്തിനാ? ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു. സാറേ, ഒരു കളി തരാമെന്ന്. വെച്ചിട്ട് പോടോ. എടി മറിയേ, അത് ആരായിരിക്കും ഏത്? ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞത്? ദേ, ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് തരുത്. ഇറങ്ങി പോടോ. ഓ ഓ ഓ. മാധവേ, ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകണേ. സാർ, ലഡ്ഡു. സാർ, ലഡ്ഡു. ബാങ്കിലെ Good morning, പ്രൊസീജിയർ sir. നോക്കിയിട്ട് വേണം കേട്ടോ. അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറി ഇരിക്കുന്നേ? ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ആ. എടോ, ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു? ആ, എപ്പോ? ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? പറഞ്ഞ എടോ, ആരോട് ചോദിച്ചിട്ട്? വൃത്തിയാണ് കാണിക്കുന്നത്. വൃത്തി കാണിച്ച് നിങ്ങളാ? എന്താ കാണിച്ചു തരാം. സാർ, ലഡ്ഡു. എന്തോ തന്നെ ലഡ്ഡു? റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡ്ഡു. കൊണ്ട് പോടോ ഓർന്നു. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല, ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ഓ, ചോദിപ്പിച്ചോളാം. തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിന് കൊടുക്കാൻ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ ഈ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ സമാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ എന്നല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്ത് ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിതിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ആരാ പാടുന്നത്? പാടുന്നത് ഒപ്പിട. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞാ ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. 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 ബാലകൃഷ്ണ, ഞാൻ തരില്ല. അതിങ്ങോട്ട് തരണാണ് നിനക്ക് നല്ല ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ? എന്നാ തെളിവ്. ഒറ്റടി മഹാഭാവി. തെളിയിക്കുമെന്നല്ലേ പറഞ്ഞത്? തെളിയിക്കേ. എന്നാ തെളിവ്. ആരാ? ക്ലീറ്റസേ, ജോസഫേ, ദേ ഇങ്ങോട്ട് ഓടിവാ. ദേ ഇങ്ങോട്ട് ഓടിവാ. എടാ, മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരണാണ് നിനക്ക് നല്ലത്. ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്ക്. നിങ്ങൾ ഇതിനകത്തോടെ വരരുത്. പ്രശ്നം ജീവൻ പോലും തരുന്ന പ്രശ്നമല്ല. തെല്ലെന്ന് പറഞ്ഞില്ലേ? അവന്റെ വായി നിന്ന് തോണ്ടി പുറത്തെടുക്കടാ. തുപ്പാനല്ലോ പറഞ്ഞു നിന്നോട്. ദൈവമേ, തൊലച്ചോ. സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറയണതൊന്നും വേണ്ട, ഒന്നും പറയണ്ട. ഒന്ന് അവിടെ നിൽക്കൂ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കതാ. അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം.
അതിനുമുമ്പ് എനിക്ക് വേറൊരുത്തനെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. അവിടെ നിൽക്കാൻ. മത്തായി ചേട്ടാ, കൊല്ലാൻ വരുന്നേ. നീ എങ്ങനെ രക്ഷപ്പെടും? എന്താണ് കാര്യം? ഒന്നുമില്ല നിന്നെ ഞാൻ. നീ ആ പേപ്പർ കൊണ്ട് നോക്കൂട്ട് നിന്റെ ഇഷ്ടം ഇന്ത്യ തീർക്കും. നിനക്ക് കാര്യം പറ. ഇല്ല. എന്താ എന്താ മത്താച്ചേട്ടൻ മാറിയില്ലേ? മത്താച്ചേട്ടൻ മാറിയിരിക്കാൻ. എന്താ പ്രശ്നം? മത്താച്ചേട്ടാ, എന്റെ ചോറിനവും പാര വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചല്ലേ വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്? എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തു. ഇവൻ ഈ തെണ്ടി. ബാലകൃഷ്ണൻ, നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? മത്താച്ചേട്ടൻ മാറരുത്. മത്താച്ചേട്ടൻ മാറാൻ. ഞാൻ പറയട്ടെ. മത്താച്ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല. ഒരു ദിവസമെങ്കിലും ഈ ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ പിന്നെ പറയാം. കാണിച്ചു തരാനാ. കാണിച്ചു തരാൻ ഞാൻ ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പോ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അവൻ ആ കടലാസ് മെഴുകി കളഞ്ഞില്ലേ? അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത്. 4-5 വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത്. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണതാണ് നല്ലത്. ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിൽ നിന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂഴ്ത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. നീട്ടി വലിച്ച് 4 വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നവള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. കൊള്ളാം. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ? കൊള്ളാം. ബാലകൃഷ്ണൻ, ഓഫീസറൊക്കെ ഓഫീസിലാ. പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കിൽ പിന്നെ രണ്ടുപേർക്കൂടെ കൈ ഓർത്ത് പിടിച്ചൊരു പ്രേമാനവും പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ. ദേ, തോൾ തീറിയും ചെവി അടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാം, 3 ദിവസം കൂടി സാറിന് അവധി തരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കിക്കോ. അയ്യേ, സാറിന് നാണമില്ലേ സാർ? ഒരു വക അൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ. വൃത്തിയേട്.
അങ്കിളേ, അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ? ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാവോ, ഓ നിന്നേ, ഒന്ന് പറഞ്ഞോട്ടെ. ആ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാന്ന്. അങ്ങനെ നീ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടെന്താ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ? മര്യാദക്ക് നീ പോകുന്നുണ്ടോ? ഇല്ല. സത്യമായിട്ട് തന്നെ ആളിനെ വിളിച്ചുകൂട്ടും പറഞ്ഞേക്കാം. ആളുകളെ വിളിച്ചു കൂട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ. പെണ്ണ നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുതരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. ദേ, നിന്റെ കൊഞ്ചലും കുഴയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പിഴയാണെന്ന്. നിന്നെ പോലെ അലവലാതെ പ്രേമിക്കാനും നീ പറയുന്നൊരു തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്, നിന്റെ കിളവൻ കാമുകൻ. ചെല്ലേ അങ്ങോട്ടില്ലേ. ബാലകൃഷ്ണ, ശരി, ബാലകൃഷ്ണൻ എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ജോലിയിൽ ഞാൻ മാറി തന്നേക്കാം, പോരെ? പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപ? അതത്ര വലിയ സംഖ്യയൊന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസ ഞാൻ തരത്തില്ല. അപ്പോ ജോലിയോട്ട് കിട്ടാനും പോകുന്നില്ല. കാണാം. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോണ്ടി വന്നാലും ശരി, ജോലി ഞാൻ മേടിക്കും. നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ലോക്കലാ? ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, is it 35452? യെസ്. Saraswati Amma, please. Call from Calcutta. ഹലോ, സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ, ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ടന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ. മോനെ, മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റിന് ഞാനും എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ കട്ടിയല്ലേ. മോനെ വെക്കല്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ, മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ആ, ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പുതുപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല. കമ്പിളി പുതുപ്പ് കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പുതുപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ. കട്ടായി പോയി. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പളിപ്പതപ്പേ അവിടെ നിന്ന് കാറുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ബാലകൃഷ്ണനല്ലേ? നിർത്ത് മോനെ, വണ്ടി നിർത്ത്. ബാലകൃഷ്ണ! നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ശൈത്താനെ. എത്രയായി മാസ്റ്ററെ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ എന്നിട്ടോ? ഇതുവരെ ഇവിടെ നിന്ന്
വന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ഇത് ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്. എന്റെ പൈസ എന്താ ബാലസ്ന എവിടെ പോയി കിടക്കേണ്ടത്? ഇയാൾ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നത്, എന്റെ പൈസ തരാൻ. എടാ ബാലസ്ന, ആഹാ ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. ആടാ നമുക്ക് നായിന്റെ സോറി, ആളെ മാറിപ്പോയതാണ്. ക്ഷമിക്കണം, ഹലോ ഹലോ, ഈ വണ്ടിയിലാ വന്നത്. പയ്യോ തവിടുന്നേ. എന്റെ കാശിങ് തന്നെ, ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ആട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്, എന്താ ഓട്ടോറിക്ഷ അവസ്ഥ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. കൊല്ലുള്ളവരോ നിന്റെ അടുക്കരുത്. ശരീരം വരും. നീ എന്തോ എന്റെ സ്വന്തം ശരീരം കയറിയിട്ടില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വല കണ്ടുപോയി. രാധനായ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ വിടാ. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുത്തി ഉണ്ടായല്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നേ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയ എന്നെ കണ്ട് മാറിക്കളഞ്ഞ പൈസ. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോടാ. എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോർത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. ഹംസക്കോയ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം.
നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. ആ മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം സാർ. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും ചേട്ടാ. എവിടെന്ന് കിട്ടുമെന്നേ. എന്തെത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും. അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ, നീ കഞ്ഞി കുടിക്കണില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ അവള്, എന്റെ മറ്റൊരു പെങ്ങള്. ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം ചേട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാളും അലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും. റാണി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. പ്ലീസ്, പേഴ്സണലായിട്ട് പറയേണ്ടതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്നാ ജോലിന്ന് മാറി തരാമെന്ന്. കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തരാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയും വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണി തന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ. വളരെ പ്രതീക്ഷയിലാ വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം. അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർത്ഥ്യകാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4ാമത്തെ വീട്. താങ്ക്സ്. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മൾ നടന്നാട്ടെ. അണ്ണാ, പെട്രോൾ പെട്രോൾ ഒഴിക്കാടെ കിടന്ന് ചാവാറേ. സാറ് കൽക്കട്ട എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും. ഞാനിവിടുത്തെ മേസ്ത്രിയാ. അമ്മയെ പറ്റി സാർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ? താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു.
വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്, അതാ അല്ലേ? അതെ. അമ്മ ഇങ്ങോട്ട് നടന്നട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കും അല്ലേ? പൊന്നപ്പാ, എന്താണ്? ഇയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് തുലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ പെട്രോള്. എടാ ഒഴിക്കാടാ മഞ്ഞങ്ങള്. അല്ല പക്ഷേ അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട്. അല്ല അച്ഛൻ. ഇയാളൊന്നും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ്. ആ, ദാ, ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ. ആ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്ത് ഡൈനിങ് ടേബിൾ. അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലക്ഷ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം. ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തോട് നടിക്കുക. ഞങ്ങൾ തമ്മി ആദ്യമാദ്യമായി കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റടിക്കാരനോ? ബാലകൃഷ്ണൻ ഒന്നും വന്നേ. എടാ, നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയുടെ എല്ലാം പറയണം. നീ കൈവിട്ടെ. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത്. എന്തിനാ അമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചേട്ടനും 3 പേരും കഞ്ഞി കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തുവോ? എവിടെ എത്തുവന്നു? അതെ, കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. 3 നേരം കഞ്ഞിയാ. 3 നേരം അല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലകൃഷ്ണ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ. കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ? അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്. ഇവനിങ്ങനെ എല്ലാം മറക്കും. സ്ഥിര സ്വഭാവം. അമ്മേ, ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ വയ്ക്കോടാ. ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ ആണോടാ പട്ടി? കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. ഹലോ, ഒന്ന് നിൽക്കണേ. ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ? ആ തീപിടുത്തത്തിൽ മരിച്ച ശിവശങ്കരപ്പണിക്കരുടെ മോളല്ലേ? അതെ. എന്താ കാര്യം? അതിന്റെ വീട് എവിടെയാ? അകത്തേക്ക് കയറി ആദ്യത്തെ വീട്. താങ്ക്സ്. കുട്ടികളെ, റാണിയില്ലേ ഇവിടെ? അല്ല ബാലകൃഷ്ണോ, ഇത്ര നേരത്തെ എത്തുന്ന പ്രതീക്ഷിച്ചില്ല. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. വരൂ, അകത്തേക്ക് വരൂ. വരൂന്നേ. ഇതാണോ റാണിയുടെ വീട്? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വരൂ. കൊന്നുകളയും ഞാൻ. ഈ പടി ചവിട്ടി കേറുവോ? ഈ പടി ചവിട്ടി കേറുവോ? അത് അമ്മേ, ഈ പടി ചവിട്ടി കേറുവോന്ന്? ഏരാണും കേട്ടവനെ.
വരൂ. അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത്. ആദ്യം 2 വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു. പിന്നെ പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട. എല്ലാരും എന്ന് വെച്ചാ ഈ ഞാൻ പോലും. ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്ത? ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇങ്ങനൊന്നും അല്ല റാണിയെ കരുതിയിരുന്നത്. ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ? ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയം. സംശയിക്കണ്ട, ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി. അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ, അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി, ഭർത്താവ് ഉപേക്ഷിച്ചതാ, അവരുടെ 4 പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര്. ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ. ഇതൊന്നും സാരമില്ല, ഇനിയൊരു സ്വത്തുണ്ട്, അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഉണ്ണി, ഉണ്ണി, എന്താ ചേച്ചി? ഒന്ന് ഇവിടെ വരെ വരാമോ? വരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാ ചേച്ചി? നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. ആ, ഇത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ? അതാരാ? ബാലകൃഷ്ണൻ. ചേച്ചിയുടെ ആരാത്? അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോനകത്ത് വയ്ക്കൂ. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ. അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു. 1.5 മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? എന്തു പറയാൻ, വിധിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരെയും കാണിച്ചില്ലേ? കാണിച്ചു. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. എങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൂടെ റാണി? നടത്തണം, പക്ഷെ അതിന്റെ വിലയാ ഭയങ്കരം. എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അതെത്രയാണെന്ന് അറിയണ്ടേ? എത്രയാ? 50,000 രൂപ. എന്താ, തരാവോ? ഉണ്ണിയുടെ കാഴ്ചക്കുള്ള 50,000 രൂപയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ കളിച്ചതൊക്കെ. ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുപോയി. വിധി എന്നെ പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്നോർത്ത്. ബാലകൃഷ്ണന് വേണ്ടത് 35,000 രൂപയല്ലേ? 35 രൂപ പോലും എന്റെ കയ്യിലില്ല. ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കാന്നറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത്. പറ, ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. എന്റെ രാജിക്കത്തായത്. അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണന്റെ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. പൊയ്ക്കോട്ടെ. പോവുക. പോകുന്ന വഴിക്ക് ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തും. റാണി ആ കസേരന്ന് മാറിയാൽ, ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. എതിർത്തൊന്നും പറയരുത്. റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ. റാണിക്ക് വേണ്ടത് 50,000 രൂപ, എനിക്ക് വേണ്ടത് 35,000 രൂപ. ഇപ്പോ എന്റെ ആകെ ഉള്ളതാ 100 രൂപ. ഇതൂടെ കയറി കാറ്റത്ത് പറത്തി നോക്കട്ടെ. പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നു. ചേട്ടാ, ചെകുത്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചത്താലും ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി. അവനെ ലേലം വിളിച്ചു വെക്കാനാ പോണേ.
ആ ദുഷ്ടർ ഞങ്ങളെ എടോ, മത്തായി. അവൻ ലേലം ഉറപ്പിച്ചെന്നാ തോന്നണേ. ബത്തായിച്ചാ ഇതാ ഇതിൽ നിന്ന് സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മുഴുവൻ അങ്ങ് തീർക്കണം. ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെ ഇല്ല. പിന്നെ എങ്ങനെ കുടുങ്ങിയായിരിക്കും മത്തായി ചേട്ടാ? അതെന്താടാ നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം? ആ നബിസുന്റെ കല്യാണമില്ലേ, അത് നടക്കില്ല. പൈസ കിട്ടിയില്ലേ? ഇല്ല. ആ പെണ്ണെന്ത് പറഞ്ഞു? അവിടെ ഒന്നുമില്ല മത്തായിച്ചാ, ഒന്നുമില്ല. അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാര്. ഓ, അപ്പൊ അവള് പിന്നെ നിന്നെ പറഞ്ഞു പറ്റിച്ചുല്ലേ? പറ്റിച്ചൊന്നുമില്ല, അവൾ പറഞ്ഞൊക്കെ സത്യമാ. ഒന്നുമില്ല അവിടെയില്ലേ. പക്ഷെ ഒന്നുണ്ട്, നല്ലൊരു മനസ്സ്. ദേ, മനസ്സിന്റെ പുണ്യൊന്നും നീ എന്നോട് പറയണ്ട. എന്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മനസ്സ്. അവളുടെ കയ്യിൽ കാശുണ്ടാ നിന്ന് പ്രസംഗിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. നീ ഒരു ലേശം ഒഴിച്ചേ, ഇത് കിടത്താനാ. ഒഴിച്ചാ മതി മതി. ആ, വെള്ളം ചേർക്കണ്ട. എന്താണ്, എനിക്ക് വെള്ളം ഇഷ്ടല്ല. മത്തായിച്ചാ, അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ കുപ്പിയ വാങ്ങിയ കാശ് ആരുടെയാന്ന് പറയാവോ? ആരുടെയാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ, പരനാറിയുടെ, ഇവന്റെ. കരുതിയിരുന്ന മത്തായിച്ചാ, ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും. പെറ്റ തള്ളയെ കണ്ണീച്ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായിവൻ. ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ നേരാണ്? പറഞ്ഞുകൊടാ, ഞാൻ ഇത് കണ്ടാക്കെ പറഞ്ഞുകൂടെ. എനിക്കിപ്പോഴും സംശയമാ, അത് നിന്റെ അമ്മ തന്നെയാണോ അതോ നീ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ? അല്ല അലവലാതി. പ്ലീസ് ഒന്നും പറയരുത്. അതെന്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരയില്ലാതെ പറ്റിക്കുക. പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ്. മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മാസാമാസം പണം അയക്കുന്നു, വിമാനത്തിൽ വരുന്നു. മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. നീ എന്തിനാടാ ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു പറ്റിക്കണേ? പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? ഞാൻ 3 നേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ടം സഹിച്ചാ പഠിപ്പിച്ച്. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. അതുണ്ടായില്ല. പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു. വല്ലാത്ത ടെൻഷൻ. അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത്. മത്തായി ചേട്ടാ, സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ബാലകൃഷ്ണ, നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്തു തന്നേരടാ. നിനക്ക് അവളുടെ പണക്കൊന്നുമില്ലല്ലോ? ഇല്ല. കൊടുത്തേ. കോലശം എന്തിനാ മത്തായി ചേട്ടാ? ഇത് വാങ്ങിച്ചേ. എനിക്ക് വേണ്ട. ഇത് വാങ്ങിക്കാൻ. ഗോപാലകൃഷ്ണ, നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം. എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. ആ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സില്ലേ, അതിറങ്ങട്ടെ. നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. എന്റെ വിശ്വാസ. ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒഴിച്ചിട്ട് വാ. ചെല്ലേ. ആ, കുടിച്ചില്ലേ? കുടിക്കാൻ. കുടിക്കടാ.